മനസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനമൊന്നുമല്ല. മനസ്സെന്ന് പറയുന്നത് ഈ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പട്ടം പറപ്പിച്ചിട്ടുണ്ടല്ലോ, പട്ടം പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറപ്പിച്ച് കണ്ടിരുന്നെങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ പറപ്പിച്ചിട്ടുണ്ട്, പറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നൂലുണ്ട്. അതാ ചിലപ്പോൾ ഈ നൂലൊക്കെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇതിനെ പിടിച്ചാൽ കിട്ടിയല്ല. പിന്നെ പട്ടത്തിന് ഇഷ്ടമുള്ള പോലെ പോകുന്നത്, കാണാൻ പോലും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ഏതാണ്ട് ഇതുപോലെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ കൺട്രോൾ വിട്ടുപോയെന്ന് വിചാരിക്കാം മനസ്സിൻ്റെ. പിന്നെ അതിനെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. അതിങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ഇങ്ങനെ ഒന്നിനോടൊന്ന് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളിൽ കൂടെ എല്ലാം ഇങ്ങനെ പോകും. നമ്മുടെ മനസ്സങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുത്തിയാൽ മാത്രമേ ദൈവിക കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റത്തുള്ളൂ. അത് നമുക്ക് പ്രയോജനമായി തീരത്തുള്ളൂ. ഇതെല്ലാം ഒരു ചടങ്ങായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ പ്രയോജനം വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യണം. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ടതാണ്. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് നമ്മൾ ഈ ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവം കുറേ ഓരോ ദിവസവും തരുന്നു, അതൊന്നും അങ്ങനൊന്നുമല്ല. ദൈവഭക്തരാകാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ആവശ്യമുണ്ട്, നമ്മുടെ ഭാഗത്ത് ഒരു ശ്രമം ആവശ്യമുണ്ട്. ബാക്കി ദൈവം ചെയ്തോളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം, അല്ലാതെ വെറുതെ ഇങ്ങനെ ലേസിയായിട്ട് നടക്കുന്ന ഇങ്ങനെയൊക്കെ നടന്നിട്ട് പിന്നെ സ്വർഗത്തിൽ എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല. ദൈവജനം അങ്ങനെയൊന്നും അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ശരി, ദൈവം നമ്മളെ സഹായിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് മൊത്തത്തിൽ കുറച്ച് നേരത്തെയാണ് സംശയം. 12:30 ആ ക്ലോക്കിൽ ഇപ്പോൾ 12:30 മറ്റോ ആയിട്ടുള്ളൂ. ശരി, അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ഒരു വാക്യം വായിക്കുന്നു. അല്ല, 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. മതി. ഈ ഉൽപ്പത്തി പുസ്തകം പോലെ വെളിപ്പാട് പുസ്തകം വരെ ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരൊറ്റ സംഭവത്തിൻ്റെ വിശദീകരണങ്ങളാണ്. ആ സംഭവം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ. ദൈവം ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചു. ആ പ്രപഞ്ചം മുഴുവൻ ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഈ പ്രപഞ്ചം മുഴുവനും ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രം പിടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വലിപ്പം 9300 കോടി പ്രകാശവർഷം അകലെ വരെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പാടാം. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ശാസ്ത്രം പറയാൻ നിൽക്കുമല്ല കേട്ടോ, എങ്കിലും നമ്മുടെ ഹൃദയം ഈ എന്താണ് എന്ന് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് അറിയത്തുമില്ല ശാസ്ത്രം പഠിപ്പിക്കാൻ, അതും പറയാം. പ്രകാശത്തിൻ്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. 1, 2, 3 ഇങ്ങനെ എണ്ണുന്നാണല്ലോ 1, 2 എന്ന് പറയുന്നത്. 1, 2, 3 കൊച്ചു പിള്ളേരെ നമ്മൾ എണ്ണ പഠിപ്പിക്കുന്നതല്ല. 1, 2,
3. ഞാനിപ്പോൾ 3 വരെ എണ്ണി. 3 വരെ എണ്ണിയപ്പം ഈ പ്രകാശം 9 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിൻ്റെ വേഗത. അങ്ങനെ 1 വർഷം പ്രകാശം സഞ്ചരിക്കുകയാണ്. അതിനെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വീതം വേഗത്തിൽ 1 വർഷം സഞ്ചരിക്കുന്നതിനെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 9300 കോടി വർഷം പിന്നിട്ടിട്ടുള്ള പരിധി വരെ മാത്രമേ ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതിനെയാണ് യൂണിവേഴ്സ് എന്നും നമ്മുടെ പ്രപഞ്ചം എന്നുകൊണ്ട് സയൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ശാസ്ത്രം പറയുന്നു അതിൻ്റെ അപ്പുറത്തേക്കും അനന്തമായി നീണ്ടുപോകുന്നുണ്ട്. ഇത്രേ എത്തിയിട്ടുള്ളൂ. കാരണം ഈ നക്ഷത്രത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയെങ്കിലും വെളിച്ചം നമ്മുടെ കണ്ണിൽ തട്ടുന്നത് കൊണ്ടാണ് ആ വസ്തുവിനെ നമ്മൾ കാണുന്നത്. നമ്മുടെ കണ്ണിൽ തട്ടുമ്പോൾ ഇത് പാർശ്വ വിപര്യാസം സംഭവിച്ച് ഓപ്പോസിറ്റായിട്ടൊക്കെ കണ്ണിൽ വരുന്നതൊക്കെ വേറെ വിഷയം. അപ്പോൾ ഈ അങ്ങ് അകലെയുള്ള ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഭൂമിയിൽ ഇതുവരെ എത്തിയിട്ടുള്ള നക്ഷത്രങ്ങൾ സമൂഹത്തെയാണ് 9300 കോടി പ്രകാശവർഷം അകലെയുള്ള യൂണിവേഴ്സ് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം അതിൻ്റെ അപ്പുറത്തുണ്ട്. പക്ഷെ ആ വെളിച്ചം ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന്. ആ വെളിച്ചം ഇവിടെ വന്നാൽ മാത്രമേ ഈ ഓബ്ജക്റ്റിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം നിലനിർത്തുന്നതാണ്. അങ്ങനെ സൃഷ്ടിച്ച ഈ സൃഷ്ടികൾ അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ചെയ്ത കാര്യം, ഈ ഭൂമിയിലെ പൊടി എടുത്തിട്ട് മനുഷ്യൻ്റെ ഒരു സ്റ്റാച്ചു, ഒരു പ്രതിമ പോലെ അങ്ങുണ്ടാക്കി. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പം ആദാം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുരുഷ രൂപമായിരുന്നു, കുഞ്ഞല്ല, എന്നിട്ട് വളർന്നതല്ല ആദാം. ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ പെർഫെക്റ്റായിരുന്നു, പൂർണ്ണനായിരുന്നു. ആ ആദാമിൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം മറ്റെല്ലാ സൃഷ്ടിപ്പിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റെല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അതിൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ശരി. പക്ഷെ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ ഉണ്മയാണ്. ഉണ്മ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ പങ്കാളിത്തമുള്ളവനാണ് മനുഷ്യൻ, ദൈവത്തിൻ്റെ ജീവനുള്ളവനാണ്, ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ നമ്മുടെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ രക്തത്തിൽ നിന്നുള്ള രക്തവും നമ്മളെ ഒരു പാർട്ടാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ഒരു ഭാഗമാണ്, അത് വേർതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഒരു പാർട്ടായിട്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായിട്ട് വ്യത്യസ്തനാണ്. കാരണം ദൈവവും മനുഷ്യൻ തമ്മിൽ ഭേദിക്കാൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട്.
ഈ ബന്ധം പക്ഷേ പാപം മനുഷ്യൻ ചെയ്തുകൊണ്ട് കട്ടായിപ്പോയി. പിന്നെ ബന്ധപ്പെടാൻ പറ്റിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം വിട്ടുകളഞ്ഞില്ല, ദൈവത്തിൻ്റെ ആശ ദൈവം വിട്ടുകളഞ്ഞില്ല. ആ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ആ സംഭവം നമുക്കറിയാലോ, ആ കഥ അറിയാലോ. ഈ മോൻ അപ്പനെ വിട്ടു പോയിട്ടും അപ്പനെക്കുറിച്ചുള്ള ആശ, മോനെക്കുറിച്ചുള്ള ആശ അപ്പം വിട്ടുകളഞ്ഞില്ല എന്ന് മാത്രമല്ല, എപ്പോഴെങ്കിലും മോൻ മടങ്ങി വരും എന്നുള്ള ആഗ്രഹം അപ്പൻ്റെ ഉള്ളിൽ അപ്പൻ സൂക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, മടങ്ങി വരുമ്പം ഈ മോന് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങളും ഉണ്ടാക്കി അതും സൂക്ഷിച്ചിരുന്നു. വേറെ ആർക്കും കൊടുത്തില്ല, അത് സൂക്ഷിച്ചപ്പം കാത്തിരുന്നു വരാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, പാപം ചെയ്തിട്ടും ദൈവം മനുഷ്യനെ കൈയൊഴിഞ്ഞ് കളഞ്ഞില്ല, വിട്ടുകളഞ്ഞില്ല. ഈ മനുഷ്യനെ പിന്നെയും ദൈവത്തിൻ്റെ ഒരു പാർട്ട് ആയിരുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി തീർക്കാൻ ദൈവം അശ്രാന്ത പരിശ്രമം ലോക സൃഷ്ടിക്ക് മുൻപേ നടത്തിയിരുന്നു. ആ നടത്തിയിരുന്ന അശ്രാന്തമായ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയിലാണ് നമ്മൾ ഇന്ന് സിംബോളിക്കലായിട്ട് പങ്കാളികളായി തീർന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണം ദൈവം അങ്ങനെയാണ് ചെയ്തത്. അപ്പം ദൈവത്തിൻ്റെ മനുഷ്യനോട് കൂടെയുള്ള സഹവാസത്തിൻ്റെ താല്പര്യം ദൈവം ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. പാപം കൊണ്ട് അത് കട്ടായിപ്പോയി. യേശുക്രിസ്തു മുഖാന്തരം ദൈവം പിന്നെയും അതിലേക്ക് മനുഷ്യനെ കൂട്ടിച്ചേർത്തു. ദൈവം മനുഷ്യനൊന്നായി തീർന്നു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ അതിയായ ആഗ്രഹം കൊണ്ട് ദൈവം ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണത്തിൽ കൂടെ ദൈവം മനുഷ്യൻ തമ്മിൽ സന്ധിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പ്രവാചകന്മാരെ അയച്ചു, കഴിഞ്ഞില്ല ഇവരെ മടക്കി വരുത്താൻ വേണ്ടി. അങ്ങനെ കഴിയാതിരുന്ന സമയത്താണ് ദൈവം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചത്, അയച്ചിട്ട് ഈ കാര്യം ചെയ്തത്. എന്നാൽ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തായിരുന്നു. ആ ചെയ്ത കാര്യം, ഇങ്ങനെ ആ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹനിമിത്തം ഈ മനുഷ്യനോട് കൂടെ വസിക്കാൻ വേണ്ടി ദൈവം താല്പര്യപ്പെട്ടു. അങ്ങനെ താല്പര്യപ്പെട്ടുണ്ടാക്കിയതാണ് ടാബർനക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയിട്ട് ദൈവം ആഗ്രഹിച്ചത് ഇസ്രായേൽ മക്കൾ മൊത്തം ഇങ്ങനെ താമസിക്കുന്നതിൻ്റെ നടുക്ക്, അവരുടെ മധ്യേ. മോശയോട് ദൈവം പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അവരുടെ മധ്യേ വസിക്കേണ്ടതിന് നീ എനിക്ക് ഒരു കൂടാരം ഉണ്ടാക്കണം. അപ്പോൾ അവരുടെ മധ്യത്തിൽ, ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ, ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ദൈവത്തിന് വസിക്കാൻ, അവരുടെ മധ്യത്തിൽ എന്ന വാക്ക് വിട്ടുകളയരുത്, അവരുടെ മധ്യത്തിൽ വസിക്കാൻ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. ദൈവത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മോശ സമാഗമന കൂടാരമൊക്കെ ഉണ്ടാക്കി. പക്ഷേ സംഭവിച്ച കാര്യം, ഇസ്രായേലിൻ്റെ പാളയം മുഴുവൻ അശുദ്ധമായി. അശുദ്ധമായ പാളയത്തിൽ കൂടെ വിശുദ്ധനായ ദൈവം ഒരു നിമിഷം നടന്നാൽ ഈ ജനം മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ നശിക്കാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്നതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇവരുടെ മധ്യേ വസിക്കത്തില്ല. കാരണം ഞാൻ ഇവരുടെ മധ്യേ വസിച്ചാൽ ഇതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? കൂടാരമെടുത്ത് അങ്ങ് പാളയത്തിന് ദൂരെ, നോക്കത്താത്ത ദൂരത്ത്, ഈ പാളയം കൂടാരത്തിൻ്റെ ദൂരെ മോശ അടിച്ചു. കൂടാരത്തിന് നടുക്കടിച്ചത്. നടുക്കടിച്ചാൽ ദൈവത്തിന് അവിടെ ദൈവം വന്നാൽ ഈ ജനം നശിച്ചു പോകും. മനുഷ്യനുള്ള സ്നേഹനിമിത്തം കൂടാരം ദൂരെ അടിച്ചു, പാളയത്തിൻ്റെ ദൂരെ. എന്നിട്ട് മോശ മുഖാന്തരം ആഹ്വാനം ചെയ്തു, ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യമുള്ളവർ ഈ കൂടാരത്തിൽ വരട്ടെ. അങ്ങനെ കൂടാരത്തിൽ വന്നു, ഇത് കൂടാരം താമസിച്ചിരുന്നു. അപ്പം ഈ കൂടാരം എന്ന് പറയുന്നത്
ഈ കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. യേശു ക്രിസ്തു നിഴലായിട്ട് ഈ സമാന കൂടാരം യേശു ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി മണിക്കൂറുകളോ ദിവസങ്ങളോ പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. പെട്ടെന്ന് അല്ല ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ എന്നാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു വാക്യം കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 22 വാക്യം ഒന്ന് വായിക്കും ആരെങ്കിലും? വെളിപ്പാട് 21:22. അതിൻ്റെ തൊട്ട് മുകളിൽ വായിക്കുമോ? മതി. മന്ദിരം അതിൽ കണ്ടില്ല. അടുത്ത വാക്യം കൂടെ വായിക്കണം, എന്നാലേ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 12 മുത്ത് എന്നൊക്കെ പറയുന്നത് 12 അടിസ്ഥാനങ്ങളാണ്. ഈ പുതിയ യെരുശലേമിൻ്റെ 12 അടിസ്ഥാനങ്ങളാണത്. 12 മുത്ത്, അത് 12 അപ്പോസ്തലന്മാരാണ്. ഈ 12 അപ്പോസ്തലൻ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയത്തില്ല. ഇങ്ങനെ തലവരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയത്തില്ല. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ ആ ഫൗണ്ടേഷൻ സ്റ്റോൺ, നമ്മൾ ഈ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂലക്കല്ലിടുമല്ലോ, അത് ക്രിസ്തുവാണ്. ആ മൂലക്കല്ല് മാത്രമല്ലല്ലോ ആ തറയെന്നൊക്കെ പറയുന്നത്. അത് ചേർത്ത് വേറെ കല്ലുകൾ വെച്ച് പണി. ഇതാണ് അപ്പോസ്തലന്മാർ. അങ്ങനെ ഈ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ ചേർത്ത് പണിതിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ പുതിയ യെരുശലേം പണിതിരിക്കുന്നത്. ആ പുതിയ യെരുശലേം എന്ന് പറയുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലെന്ത് കണ്ടില്ല? എന്താ കാണാതിരുന്നത്? അതിനകത്ത് അവിടെ ഇല്ലാതിരുന്നത് എന്തായിരുന്നു? മന്ദിരം. അത് കണ്ടില്ല. മന്ദിരം കണ്ടില്ല. അപ്പോൾ ഈ മന്ദിരം എന്ന് ഉദ്ദേശിക്കുന്നത് ടാബർനക്കിൾ, സമാന കൂടാരമാണ്. ആ മന്ദിരമാണ്. ആ സമാന കൂടാരത്തിൻ്റെ അതേ മോഡലിലായിരുന്നു പിന്നെ ശലോമോൻ ദൈവാലയം സൃഷ്ടിച്ചത്. ആലയമെന്നും മന്ദിരമെന്നും എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സമാന കൂടാരം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു എന്ത് കണ്ടില്ല? മന്ദിരം കണ്ടില്ല. മന്ദിരം ഇല്ലെന്നാണോ? അല്ല, മന്ദിരം അതിൽ കണ്ടില്ല. പക്ഷെ എന്താണ് മന്ദിരം? ദൈവമായ കർത്താവും കുഞ്ഞാട് അതിൻ്റെ മന്ദിരമാണ്. ഈ കുഞ്ഞാട് ക്രിസ്തുവാണ്, നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഈ മന്ദിരമായി തീർന്നത് ആരാ? മോശ ഉണ്ടാക്കിയ, കതിരമരം കൊണ്ടുണ്ടാക്കിയ നേരെ നിൽക്കുന്ന പലകളും അന്താഴങ്ങളും ഈ വെള്ളി കൊണ്ടുള്ള ചുവടും എല്ലാമായിട്ടുണ്ടാക്കിയ ഒരു സമാന കൂടാരമുണ്ട്. പക്ഷെ അത് ഇതിനകത്ത് കാണേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അത് കണ്ടില്ല. പിന്നെ എന്താ കണ്ടേ? ഇതിന് പകരമായിട്ട് കുഞ്ഞാട് അതിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമാന കൂടാരം എന്ന് പറയുന്നത് വളരെ താല്പര്യമുണ്ടല്ലേ മനസ്സിലാവുള്ളേ. അത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ല. വളരെ താല്പര്യത്തോടെ മനസ്സിലാവും. ദൈവത്തിന് മനസ്സിലാക്കി തരാൻ പറ്റും. അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതിൻ്റെ മന്ദിരമാണ്. ഈ പുതിയ യെരുശലേമിൻ്റെ മന്ദിരം കുഞ്ഞാടാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യം 21 മതി. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഈ ഇസ്രായേലിന് 7 വിധത്തിലുള്ള പെരുന്നാളുകളുണ്ടായിരുന്നു. 7 വിധ പെരുന്നാളുകൾ.
അതിലെ 7ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളാണ്. 1ാമത്തെ പെരുന്നാൾ ഏതാ? നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സഹോദരന്മാർക്ക് പറയാം, ഓർക്കുന്നുണ്ടെങ്കിൽ. ഇല്ല, സഹോദരന്മാരുടെ ഭാഗത്ത് ആലിസ് പറയണ്ട. ഇസ്രായേലിൻ്റെ 1ാമത്തെ പെരുന്നാൾ ഏതാ? എന്തോ? ഉറക്കെ പറഞ്ഞു. തെറ്റായാലും കുഴപ്പമില്ല, വേറെ ആരുമില്ല, നമ്മൾ തന്നെ അല്ലോ. തെറ്റായാലും ശരിയായാലും അഭിനന്ദിക്കാനും നമ്മളേ ഉള്ളൂ ഇവിടെ. തെറ്റിപ്പോയെങ്കിൽ അവർക്ക് അറിയത്തില്ലോ എന്ന് പറയാനും നമ്മൾ തന്നെ ഉള്ളൂ. ഇത് രണ്ടും കൊണ്ട് നമ്മൾ മോശമാകുകയില്ല, നന്നാകുകയില്ല. ഏതാ? പെസഹ പെരുന്നാൾ. കറക്റ്റ്. ഇസ്രായേലിൻ്റെ 1ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. 7 പെരുന്നാളുകളുണ്ട്. അതിൽ 1ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളും അവസാനത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളുമാണ്. 7 പെരുന്നാളുകളിൽ 4 പെരുന്നാളുകൾ കഴിഞ്ഞുപോയി. ഇത് എന്താ ഈ പെരുന്നാൾ? നമുക്കൊരു വാക്യം വായിക്കാം. എന്താണ് ഈ പെരുന്നാളെന്ന് പറയുന്നത്? ഒരു കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? കൊലോസ്യ ലേഖനം 2:16. നിർത്തി വായിക്കണേ. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ, പിന്നെന്താ? പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലും ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. അടുത്ത വാക്യം എന്നാ? ഇരിക്കുന്നവരുടേതാണോ? എന്തോ? ഇരുന്നവരുടേതാണോ? ഇരുന്നവയുടെ. ഇരുന്നവാന്ന് പറയുന്നതും ഇരുന്നവർ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, ഇല്ലേ? ഇരുന്നവാന്ന് പറഞ്ഞാൽ കുറച്ച് ഒബ്ജക്റ്റാകാം. ഇരുന്നവർ എന്ന് പറയുന്നത് മനുഷ്യരാണ്. ഇരുന്നവർ അവിടെ എഴുതിയിരിക്കുന്നത് ഇരുന്നവർ എന്നല്ല, ഇരുന്നവയുടെ. അപ്പോൾ ഈ പെരുന്നാളെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? പെരുന്നാൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയേ, നിങ്ങൾക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നില്ലെങ്കിൽ ഇച്ചിരി കൂടെ കാര്യങ്ങൾ പറയാം. കുറച്ചുകൂടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഈ പെരുന്നാളെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇസ്രായേലിൽ 7 പെരുന്നാളുണ്ടായിരുന്നു. ഈ പെരുന്നാളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വരാനുള്ള നന്മകളുടെ നിഴലാണ്. വരാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ വരുവാനുള്ള, ഇനിയും വരാനുള്ളതല്ല, വരാനുണ്ടായിരുന്ന നന്മയുടെ നിഴലാണ്. അപ്പോസ്തലൻ പറയുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവ വരാനുള്ള നന്മകളുടെ, വരാനുണ്ടായിരുന്ന നന്മയുടെ നിഴലാണ്. ഏതാ നിഴല്? ഈ പെരുന്നാളുകൾ. ഈ പെരുന്നാളൊക്കെ നിഴലായിരുന്നു. എന്തിൻ്റെ നിഴലാണ്? അതെ, വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു ഈ പെരുന്നാളുകൾ. അങ്ങനെയാണ് 1ാമത്തെ പെരുന്നാളായ ആബീ മാസം 14-ാം തീയതി അവർ കഴിക്കുന്ന പെരുന്നാളായ 1ാമത്തെ പെരുന്നാളായ പെസഹ പെരുന്നാളും എന്തായിരുന്നു? വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു, അല്ലേ? ആ പെസഹ പെരുന്നാൾ എന്താണ്? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ആ പെസഹ പെരുന്നാൾ യഹൂദൻ്റെ 1ാമത്തെ പെരുന്നാളായിരുന്നു. അത് വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. എന്താണ് ആ നന്മ? അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമായിരുന്നു 1ാമത്തെ പെരുന്നാൾ. അതിനോടനുബന്ധിച്ചൊരു പെരുന്നാളുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പെരുന്നാളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അത് കഴിഞ്ഞൊരു പെരുന്നാളുണ്ടായിരുന്നു അവർക്ക്. 4ാമത്തെ പെരുന്നാൾ ആദ്യഫലത്തിൻ്റെ പെരുന്നാളാണ്. ആദ്യഫലത്തിൻ്റെ 4ാമത്തെ പെരുന്നാൾ. ആദ്യഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സാഹുസാരം പറഞ്ഞപ്പം ആ ഒരു കാര്യം ഹിൻറ്റ് ചെയ്തിരുന്നു.
യാക്കോബിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഈ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന മിക്ക പേർ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ് ഞാൻ ധരിക്കുന്നു. എൻ്റെ ചിന്ത അങ്ങനെ, മിക്കവാറും പേര്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ആദ്യഫലം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ മർത്തോമ പള്ളിയിലാണ് പോയിരുന്നത്. മർത്തോമ പള്ളിയിലും ആദ്യഫലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെ, ചിന്ത, അതിൻ്റെ താല്പര്യം ഇങ്ങനെയാണ്. നമ്മൾ കൃഷി ചെയ്ത് ഈ ഉണ്ടാക്കുന്ന കപ്പയോ ചേമ്പോ ചേനയോ വാഴക്കുലയോ എന്തായാലും ആദ്യമേ ഉണ്ടാകുന്ന സാധനത്തിൻ്റെ ഒരു പോർഷൻ പള്ളിയിൽ കൊണ്ട് കൊടുക്കും. അതായിരുന്നു ആദ്യഫലം എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ കാലത്ത് ആദ്യഫലം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ആദ്യഫലം. അപ്പോൾ കൃഷി ചെയ്ത് ഉണ്ടാകുന്നതിൻ്റെ ആദ്യമായിട്ടുണ്ടാകുന്ന ഫലം പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ആദ്യഫലം. അപ്പം 4-ാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് ആദ്യഫലത്തിൻ്റെ പെരുന്നാളായിരുന്നു. സഭ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ആദ്യഫല പെരുന്നാളായിരുന്നു. ഇത് എന്താണ് ഈ ആദ്യഫലം? എന്താ ആദ്യഫലം? നമ്മൾ ചോദിക്കുക. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് അല്ല കുറച്ച് കാലെങ്കിലും ഒക്കെ ആയിട്ട് ഈ വേർപെട്ട്, അല്ല ഞങ്ങൾ RCയിലായിരുന്നു, അവിടുന്ന് ശരിയല്ല, അവിടുന്ന് പോകുന്നു. ഞങ്ങൾ മർത്തോമയിലായിരുന്നു, അത് ശരിയല്ല, അവിടുന്ന് പോകുന്നു. ശരി, ഇപ്പോൾ നിങ്ങൾ എല്ലാം ശരിയിലാണല്ലോ വന്നിരും. ഓക്കെ, ആദ്യഫലം എന്ന് പറഞ്ഞാൽ എന്നാ? ഒരാൾ ചോദിക്കുക, നമ്മളെന്നാ പറയും? എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ, എന്നാ ആദ്യഫല? അങ്ങനെ പറയേണ്ടവരാണോ? അല്ല. അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ പറയാൻ അറിഞ്ഞിരിക്കണം പ്രിയമുള്ളവർ. എത്രയും ആദ്യഫലം ക്രിസ്തുവാണ്. വചനമുണ്ടോ? അപ്പോൾ ആദ്യഫലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഇഞ്ചിയും ചേനയും ചേമ്പും ഒക്കെയാണോ ആദ്യഫലം? അല്ല. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ആദ്യഫലം. അതൊരു പെരുന്നാളായിരുന്നു. യഹൂദന്മാർക്ക് ദൈവം നിയോഗിച്ചു കൊടുത്തൊരു പെരുന്നാളായിരുന്നു ആദ്യഫലം. ആദ്യഫല പെരുന്നാൾ 7 ദിവസം. അതും കഴിഞ്ഞു. അത് 4-ാമത്തെ പെരുന്നാളാണ്. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. 7, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലായി. 7 പെരുന്നാളിൽ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതിൽ 4 പെരുന്നാൾ കഴിഞ്ഞു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടുകൂടി 4 പെരുന്നാൾ കഴിഞ്ഞു. ഇനി 3 പെരുന്നാൾ ബാക്കിയുണ്ട്. 3 പെരുന്നാൾ ബാക്കിയുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 7-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളാണ്. അതിനോടുകൂടെ എല്ലാം ക്ലോസായി. കൂടാര പെരുന്നാളിനോടുകൂടി അതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, കൂടാര പെരുന്നാൾ. അത് അന്ത്യസഭായോഗമാണെന്ന് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അന്ത്യസഭായോഗമാണ്. പിന്നൊന്നും സഭായോഗമില്ല, കൂടാര പെരുന്നാളുകളില്ല. എല്ലാം അതിൻ്റെ പൂർത്തിയിലെത്തിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഒരു അല്ലേ, ഇങ്ങനെ ഇതെല്ലാം ഇതൊക്കെ ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാം, അല്ലോ മനസ്സിൽ ഉയർന്നു വരാം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണോ ഇപ്പോൾ സ്വർഗത്തിൽ പോകാൻ? അല്ലേ, സ്വർഗത്തിൽ പോണേ നല്ലവരൊക്കെ ജീവിച്ച് വലിയ കള്ളമൊന്നും പറയാതെ. പിന്നെ ഈ കാലത്ത് അങ്ങനെല്ലാം അങ്ങ് തികഞ്ഞ് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഈ കാലത്ത് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പറ്റുന്ന ഗുണമൊക്കെ, ആർക്കും ഒരു ദോഷവും ചെയ്യാതെ എന്തെങ്കിലും ഗുണമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിലും പോകാം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇപ്പോൾ സ്വർഗത്തിൽ പോകാൻ. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം ഈ എഴുതി തന്നിരിക്കുന്ന മുഴുവനും ദൈവത്തിൻ്റെ മനുഷ്യർ തികവുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേറെ തൊഴിലൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എഴുതി തന്നതല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ നമ്മളിത് ഗ്രഹിക്കുന്നവരും മാത്രം പോരാ, അതനുസരിക്കുന്നവരുമായി തീരാൻ വേണ്ടിയാണ് ദൈവം നമുക്കിത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ ഭാഗികമായിട്ടെങ്കിലും അല്ല വേറൊരാൾ നമ്മൾ ചോദിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിലെങ്കിലും നമ്മൾ ഗ്രഹിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു,
നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലായി, യഹൂദന്മാർക്ക് 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. അതിന് ബാക്കിയെടുത്ത് വായിക്കാൻ സമയം ത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ അതിന് തുനിയാത്ത. വേണമെങ്കിൽ അതിൻ്റെ റെഫറൻസ് പറയാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അത് മാത്രം ഒന്ന് വായിച്ചാൽ. ലേവ്യ പുസ്തകം 23-ന്റെ-4. ഇത് യഹോവയുടെ 23-ന്റെ-4, ലേവ്യ 23-4. ആ മതി മതി മതി. അപ്പോൾ യഹോവയുടെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ചാപ്റ്റർ തന്നെ ഒരു ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. യഹോവയുടെ ഉത്സവങ്ങൾ 7 ഉത്സവങ്ങൾ യഹോവയ്ക്ക്. ഈ ഉത്സവങ്ങൾ എന്തായിരുന്നു നമ്മൾ പൗലോസിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു ഉത്സവങ്ങൾ? വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അതിൽ 4 ഉത്സവങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി 3 ഉത്സവങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 3-ാമത്തേതും ഈ 7 ഉത്സവങ്ങളിൽ 7-ാമത്തേതുമാണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കൂടാരപ്പെരുന്നാളിൽ നമ്മൾ ഒരു കാര്യം അതിൽ കണ്ടില്ല. എന്താ കാണാതിരുന്നത്? മന്ദിരം അതിൽ കണ്ടില്ല. മന്ദിരം കണ്ടില്ല. പിന്നെന്താണ് മന്ദിരം? മന്ദിരം ഇല്ലെന്നാണോ? അല്ല. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്താണ്? കുഞ്ഞാടതിൻ്റെ മന്ദിരമാണ്. കുഞ്ഞാടതിൻ്റെ മന്ദിരം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൂടാരപ്പെരുന്നാൾ ഇനി വരാൻ പോവുക. കൂടാരപ്പെരുന്നാൾ അത് 7-ാമത്തെ യഹൂദൻ്റെ ഉത്സവമാണ് കൂടാരപ്പെരുന്നാളെന്ന് പറയുന്നത്. അതിലേക്കുള്ള ഒരാഹ്വാനമാണ് ഇപ്പം നമ്മൾ ഈ ലോകം മുഴുവൻ കേൾക്കുന്നത്. 6-ാമത്തെ ഒരു പെരുന്നാളുണ്ട്. 7-ാമത്തെ പെരുന്നാൾ അതിന് പുറകോട്ട് നമ്മൾ ചെയ്ത് 6-ാമത്തെ പെരുന്നാൾ എന്താ വെച്ചാൽ മഹാപാപ പരിഹാര ദിവസം എന്ന് യഹൂദൻ്റെ ഒരു ദിവസം ഉണ്ടായിരുന്നു. മഹാപാപ പരിഹാര ദിവസം. അതിൻ്റെ പ്രത്യേകത ഇതാണ്. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് മുഴുവൻ ഇസ്രായേലിൻ്റെ പാപത്തിനു വേണ്ടി ദൈവത്തോട് അഭയാചന കഴിക്കുകയാണ്. വെറുതെ അല്ല, ഒരു രക്തമുണ്ട് കയ്യിൽ. ഈ മുഴുവൻ ഇസ്രായേലിൻ്റെ പാപത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരു ആടിൻ്റെ രക്തവുമായിട്ട് മഹാപരിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ഇങ്ങനെ നിന്ന് ദൈവത്തോട് അപേക്ഷ കഴിക്കുകയാണ്. ഈ ഇസ്രായേലിൻ്റെ പാവം യഹോവേ ക്ഷമിക്കണമേ. അതാണ് ഈ മഹാപുരോഹിതൻ അവിടെ നിന്ന് പറയുന്നത്. ജനങ്ങളുടെ പാപത്തിന് വേണ്ടി, പ്രായശ്ചിത്തത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ആടിൻ്റെ രക്തവുമായിട്ട്. ഇത് 6-ാമത്തെ പെരുന്നാളാണ്. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തവുമായിട്ട് പിതാവിൻ്റെ സന്നിധിയാകുന്ന അതിവിശുദ്ധ സ്ഥലത്ത്, പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവേ, ബാബുവിനോട് ഈ പാപം ഓർക്കരുത്. ഇവിടിരിക്കുന്ന ഓരോരുത്തരെയും പേര് പറഞ്ഞ് എൻ്റെ മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ മഹാപുരോഹിതൻ പക്ഷപാതം ചെയ്തത് അന്യരക്തത്തോടു കൂടെയാണ്. അവനതിനകത്ത് വേദനയൊന്നും ഉണ്ടായില്ല. ഒരാട് കൊല്ലപ്പെട്ടു. അത് സിംബോളിക്കലായിരുന്നു. അത് വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അത് വന്നു കഴിഞ്ഞു. ഇന്ന് യേശു ക്രിസ്തു സ്വന്തം രക്തവുമായി പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈ പാവം ഓർക്കരുത്. അതിനോടനുബന്ധിച്ച് വരുന്നതാണ് കൂടാരപ്പെരുന്നാൾ. ഇതിൽ പങ്കാളികളായി തീരുന്നവർക്കാണ് ഈ കൂടാരപ്പെരുന്നാൾ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എത്രയോ പ്രയോജനകരമാകും. അങ്ങനെ ഞാൻ നിങ്ങളെ ഇതായിട്ട് പറയുമല്ലോ, നിങ്ങൾ എന്താ പറയുന്നത്, ഞാനിതെല്ലാം പഠിച്ചവനും എനിക്കറിയാവുന്നവനും നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെയൊന്നും അല്ല പ്രിയ സഹോദരന്മാർ. നമ്മുടെ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. അങ്ങനല്ല. ഞാൻ നിങ്ങളെക്കാളിലും പല കാര്യത്തിനും
വിദ്യാഭ്യാസവും അറിവും കുറഞ്ഞവൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അപ്പുറത്ത് എനിക്ക് പ്രമോദമുള്ള ഒരു കാര്യവുമില്ല. ഞാനിവിടെ നിന്നുണ്ടാ പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ ഏറ്റവും താല്പര്യമുള്ള വിഷയം റബ്ബറിൻ്റെ വില കുറഞ്ഞും തേങ്ങയുടെ വില കൂടി, ഇതൊന്നും എനിക്ക് വിഷയമില്ല. എല്ലാം വിഷയം തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം ഈ ദൈവവചനത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ എൻ്റെ വാ തളരത്തില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതെങ്ങനെയാ ഇതാണെന്നൊരു അത് ദൈവം തന്നതാണ്, എൻ്റെ മിടുക്കല്ല, ദൈവം തന്നതാണ്. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ ആയിത്തീരണമെന്ന് ദൈവം ആശിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ യാഗം കഴിക്കേണ്ട മൃഗത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് അറിയാമോ? സൗരന്മാർക്ക് അറിയാമോ? യാഗം കഴിക്കേണ്ട മൃഗത്തിന് ചില പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? എന്തോ? ഊനമില്ലാത്തത് എന്നല്ല. യാഗം കഴിക്കേണ്ട മൃഗത്തിന് 2 പ്രത്യേകതയുണ്ട്. അതിനെ യാഗം കഴിക്കാൻ പാടുള്ളൂ. ഈ ഊനമില്ലാത്തതിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ പോലും 2 പ്രത്യേകത. ആ പ്രത്യേകത ഉള്ളതിനെ മാത്രമേ തിരഞ്ഞെടുത്തിട്ട് പിന്നെ അതിന് ഊനമുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ തിരഞ്ഞെടുപ്പ് പോലും ബേസ് ചെയ്യുന്ന 2 കാര്യമുണ്ട്. സൗരന്മാർ ആലിസ് പറയണ്ട, അറിയാമെങ്കിലും പറയണ്ട. വേറെന്ത് നിങ്ങൾ പറ, സൗരന്മാർ പറ. കറക്റ്റ്. പിന്നെ അതെ, 2 പ്രത്യേകതയുണ്ട് യാഗം കഴിക്കേണ്ട മൃഗങ്ങൾക്ക്. 1, അതിൻ്റെ കുളമ്പ് പിളർന്നതായിരിക്കണം. 2, അയവിറക്കുന്നതായിരിക്കണം. ഇതിനെ അല്ലാതെ യാഗം കഴിക്കാൻ പ്രമാണം ദൈവം വെച്ചിട്ടില്ല. അയവിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നെന്താ അയവിറക്കുക എന്ന് പറഞ്ഞാൽ? എന്തോ? അതെ, പ്രത്യക്ഷത്തിൽ അയവിറക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. കന്നാലിയൊക്കെ നമ്മൾ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, നിങ്ങളും കെട്ടുന്നത്, ഞാനും കെട്ടിയിട്ടുണ്ട്. അത് വാരി വലിച്ചു ഒരു തീറ്റ തിന്നും, വയറ് നിറയും. എന്നിട്ട് എവിടെയെങ്കിലും ശാന്തമായിട്ടൊരു സ്ഥലത്ത് പോയി കിടന്നിട്ട് ഇങ്ങനെ ഈ തിന്നത് വായി തികട്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചവച്ച് ഇറക്കുന്നതിന് അയവിറക്കുക എന്ന് പറയും. നമുക്കറിയാം അത് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കേട്ട വചനങ്ങൾ, വായിച്ച വചനങ്ങൾ നമ്മളിങ്ങനെ അല്ലേ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ മോശ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴൊക്കെ ഇത് ചെയ്യണം? വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ അല്ലെ ഒരു ചെവിക്കട കയറി മറ്റേ ചെവിക്കട ഇറങ്ങി പോയിക്കോട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഇതിങ്ങനെ നിങ്ങൾ ധ്യാനിക്കണം. ഇതാ അയവിറക്കുക എന്ന് പറഞ്ഞാൽ. ഇതിനെ മാത്രമേ യാഗം കഴിക്കാൻ കൊള്ളുള്ളൂ. യാഗം കഴിക്കാൻ വേറെന്തിനും കൊള്ളത്തില്ല, ഇതിനെ മാത്രമേ കൊള്ളത്തുള്ളൂ എന്നാണ് ദൈവത്തിന് ആത്മാവ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നല്ലോ കേട്ടോ. പിന്നെ കുളമ്പ് പിളർന്നതായിരിക്കണം. സെപ്പറേഷൻ വേണം. ലോകക്കാർ നടക്കുന്ന പോലെ നടക്കാനല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിളിക്കൊരു പ്രത്യേകതയുണ്ട്, അത് ലോകത്തിൽ നിന്ന് മാറി നടക്കാനാണ്. ഈ സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ വേർപാടും വേണം, ഈ അയവിറക്കലും വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ സൗരം പറഞ്ഞ ആ പെർഫെക്ഷനിലേക്ക് വരുന്നുള്ളൂ, ഊനമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മളോട് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ വേണം, ഇതാണ് ഇതിനെ മാത്രമേ യാഗം കഴിക്കാൻ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളെ തന്നെ പരിശോധിക്കുക. ദൈവത്തിനൊരു യാഗവസ്തുവായി തീരാൻ ഉള്ള യോഗ്യത എനിക്കില്ലെങ്കിൽ ദൈവം യാഗമായിട്ട് ഏറ്റെടുക്കുകയില്ല. അല്ല, ഇന്നലെ വരെ ഇതില്ലായിരുന്നു, ഇന്ന് മുതൽ ഞാൻ അയവിറക്കാൻ തുടങ്ങുക. അങ്ങനെ അയവിറക്കുവാണെങ്കിൽ ആരും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ഈ വെളിപ്പാടുകൾ തരും.
റെവലേഷൻ എന്ന് പറഞ്ഞാൽ അറിവല്ല. റെവലേഷൻ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ അറിവല്ല. അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞാനിന്ന് രാവിലെ ഫുഡ് കഴിച്ചു, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ആ ഫുഡിനകത്തുള്ള ഞാൻ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രീഷൻ, എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് എന്നെ സഹായിക്കുന്ന എല്ലാ പോഷക ഘടകങ്ങളും എൻ്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഇനി അതിനെ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഫുഡാക്കി മാറ്റാൻ ആർക്കും പറ്റത്തില്ല, ഒരു വൈദ്യശാസ്ത്രത്തിനും പറ്റത്തില്ല. ഇതാണ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ. യേശു പറഞ്ഞല്ലോ, പറവകൾ എടുത്തുകൊണ്ട് പോകുന്നു. വിത്ത് വിതയ്ക്കുന്ന ഉപമാർ യേശു പറഞ്ഞല്ലോ, 4 സ്ഥലത്ത് വീടുന്നുണ്ട്. അതിലേറ്റവും അപകടകരമായ കാര്യമാണ് നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത്. എന്താ? ആ പറവയും എടുത്തുകൊണ്ട് പോവാം. നിലത്ത് വീഴാൻ പോലും സംഭവിക്കുന്നതിന് മുന്നേ പറവ എടുത്തുകൊണ്ട് പോയി. പറവ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്? യേശു പറഞ്ഞതല്ല പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഞാൻ ഈ ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, എന്നോട് പറഞ്ഞ് കേട്ടിട്ട് മറന്നു പോകുന്നതാണ്. കേട്ടിട്ട് മറന്നു പോകുന്നതല്ല യേശു പറഞ്ഞത്. അങ്ങനല്ല, ഓരോരുത്തരങ്ങനെ പറയുന്നത്. പക്ഷേ യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ പറവകൾ എടുത്തുകൊണ്ട് പോകും. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞതാണ്, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന്. ഇനി എടുത്തുകൊണ്ട് പോകാൻ ഒരു പറവയ്ക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. ഇതാണ് റെവലേഷൻ. യേശു നിങ്ങൾ എന്നെ ആരെന്നാ പറയുമ്പോൾ നാട്ടുകാരെന്നെ എന്നതാ പറയുന്നത്? അത് ആ പ്രവാചകനാ, ഏലിയാവാ, ചെല്ലാം അങ്ങനെ പറയുന്നത്. നിങ്ങളെന്നെ ആരെന്നാ പറയുന്നത്? പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് അറിവല്ല, പത്രോസിൻ്റെ അറിവല്ല, ആ റെവലേഷൻ, വെളിപ്പാടാണ്. അതെടുത്ത് മാറ്റിക്കളയാൻ ഒരിക്കലും ആർക്കും കഴിയത്തില്ല. ഇങ്ങനെ റെവലേഷനായിട്ട്, വെളിപ്പാടായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ മറവിയല്ല എൻ്റെ വിഷയം, ഓർമ്മശക്തി അല്ല എൻ്റെ വിഷയം, നമ്മുടെ ഗ്രഹിക്കലാണ്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. ഇനി അത് മാറിപ്പോകത്തില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ നമ്മളെത്തണം. നമ്മളങ്ങനെ എത്തിയേ തീരൂ. ഈ ദൈവത്തിൻ്റെ വചനം വിശ്വാസമായി പരിണമിക്കണം. നമ്മൾ കേട്ടു, ശരിയാ, വിശ്വാസമായി പരിണമിക്കണം. അത് കേട്ടിട്ട് ഓർക്കുന്നതല്ല വിശ്വാസം. കേട്ടിട്ട് ശരിയാ, യേശു ക്രിസ്തു രക്ഷകന, ഓർമ്മയല്ല, അതിന് മെമ്മറി പവറല്ല വിശ്വാസം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതൊരു ആശ്രയമാണ്. നമ്മുടെ വിശ്വാസം ആശ്രയമായി തീരണം. ശരി, ദൈവം നമ്മളെല്ലാം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മണിക്കൂറുകളും ദിവസങ്ങളും അങ്ങ് കടന്നു പോകും. നിങ്ങൾ മുഷിയും, എനിക്ക് മുഷിപ്പൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ മുഷിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ